നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അന്ന് നമ്മളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ നീ എനിക്ക് ഒരു വാക്കുകൂടി തന്നിരുന്നു, നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. സ്നേഹ വിവാഹം കഴിച്ചപ്പോ നീ മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. അവളെ വിവാഹം കഴിച്ചത് നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയാണെന്ന്. ഇതൊക്കെ നീ മറന്നുപോയോ? അങ്ങനെ എന്നോട് പറഞ്ഞതും ചെയ്തതും എല്ലാം മറന്ന് അവളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ തീർക്കും. ഇവളാകെ ഭ്രാന്ത് പിടിച്ചിരിക്കാം. ഇനി ഇവളെ പ്രകോപിപ്പിച്ച ഈ വീട്ടിൽ ആളുകളുണ്ടെന്നുള്ളത് ഇവള് മറക്കും. ഇവൾ ഈ ഭ്രാന്ത് വിളിച്ചു പറയുന്നത് ആരെങ്കിലും കേട്ടാ അതോടെ സ്നേഹയും ഞാനും തമ്മിലുള്ള ജീവിതം അവസാനിക്കും. എന്തായി ആലോചിക്കുന്നത്? എന്നെങ്ങനെ പറഞ്ഞു പറ്റിക്കാന്നാണോ? ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. സ്നേഹ പ്രഗ്നന്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എനിക്കിത് വിശ്വസിക്കാമല്ലോ അല്ലേ? വിശ്വസിക്കാം. എന്താടാ നിനക്ക് കൈ തരാനൊരു മടി? നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുക. ഇതിന് എന്തെങ്കിലും മാറ്റം വന്നാ പിന്നെയും നെല്ലിശ്ശേരി വീട്ടിൽ കേൾക്കുന്നത് നിന്റെ മരണവാർത്തയായിരിക്കും. അത് മറക്കണ്ട. അവളുടെ മനസ്സിൽ നിന്ന് പഴയതൊന്നും പോയിട്ടില്ല. സ്നേഹയൊന്ന് ഛർദ്ദിച്ചപ്പോൾ അവന്തിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹ പ്രഗ്നൻ്റ് ആയാൽ ഇവിടെ എന്തൊക്കെ ചെയ്യും? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയിട്ടേ ഇല്ല. പിന്നെ എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം? അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ. അതോ ഇനി ഇതെല്ലാം അവൻ്റെ അഭിനയമാണോ? എന്തിനാണ് ധനുഷ് അവന്തിയേട്ടത്തിക്ക് കൈ കൊടുത്തത്? ഇനിയും അവൻ തന്നെ ആയിരിക്കും ഇതിനെല്ലാം പിന്നിൽ. ധനുഷിനെയും അവന്തിയേട്ടത്തെയും പലയിടങ്ങളിൽ വെച്ച് പല സമയത്ത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ധനുഷും സ്നേഹയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ ഏട്ടത്തേക്ക് കൈ കൊടുക്കുന്നു. പക്ഷേ ഏട്ടത്തെ അവനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം ദുരൂഹമാണ്. ധനുഷിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഞാൻ പിന്നീട് പറയാം. ഇതിന് പിന്നിലെ കാരണം എന്തായാലും അത് കണ്ടുപിടിക്കണം. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ
താൻ പറഞ്ഞ് ശരിയായിരിക്കാം. പക്ഷേ എന്തിനൊരു കാരണം വേണമല്ലോ. കാരണമില്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും ഒരു ഇല അടർന്നു വീണാലും അപ്രതീക്ഷിതമായി ഒരു കാറ്റടിച്ചാൽ പോലും ഈ ഭൂമിയിൽ അതിനൊരു കാരണമുണ്ടാവും. അതുപോലെ തന്നെ ഇതിനൊരു കാരണമുണ്ടാവും. അതുറപ്പാ. സച്ചേട്ടാ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. അന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? ആ, അവന്റെ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം. അവനെ ഒന്നുകൂടി കാണണം. അവന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തുതരാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവര് തമ്മിൽ ഇത്രയും സ്നേഹിച്ചിട്ട് അതിനേക്കാൾ റിസ്ക് എടുത്ത് വിവാഹം കഴിച്ചിട്ട് അവളെ ഇങ്ങനെ അവൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കുള്ള വഴി തുറക്കാൻ അവന്റെ ആ കൂട്ടുകാരന് കഴിയും. സൂരജിന് എന്നെ മനസ്സിലായോ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പുതിയ വിഷയം? ധനുഷിനെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞാണല്ലോ. എനിക്കിപ്പോ അറിയേണ്ടത് മറ്റൊരു കാര്യം. അക്കാലത്ത് ധനുഷിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരായിരുന്നു? ഞാൻ അന്വേഷിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് ധനുഷിനടുത്ത ബന്ധം ഉണ്ടായിരുന്നോന്നാ. ഇപ്പോഴും അവനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? അങ്ങനെ ഭീഷണിയൊന്നുമില്ല. പഴയതിൽ നിന്നും ധനുഷ് കുറേയേറെ മാറിയിട്ടുണ്ട്. പക്ഷേ ചില സംശയങ്ങളൊന്ന് തീർക്കാൻ വേണ്ടിയാ. ടെക്കിയായിരുന്ന കാലത്ത് അവൻ ഏതോ ഒരു പെണ്ണുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നറിയാം. ഇതാണോ ആ സ്ത്രീ? ഇതാണോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഞാൻ ആളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായിരുന്നു അവര് തമ്മിലുള്ള ബന്ധം? പ്രേമമായിരുന്നോ അതോ വെറും സൗഹൃദമായിരുന്നോ? ഒരിക്കൽ അവന്റെ ലൈഫിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. ഒരു സ്കാമിൽ അവൻ അകപ്പെട്ടു. അന്ന് അവൻ ജയിലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അവനെ അതിൽ നിന്ന് രക്ഷിച്ചത് ആ പെൺകുട്ടിയാ. അങ്ങനെയായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ തുടക്കം. പിന്നീട് അവർ തമ്മിൽ വലിയ അടുപ്പത്തിലായി. അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന ആ കാലത്ത് ഞങ്ങളെല്ലാവരും കേട്ടിരുന്നത്. അപ്പോ നിങ്ങൾ നേരിട്ട് ആ സ്ത്രീയെ കണ്ടിട്ടില്ല? ഇല്ല. അവരുടെ പേര് ഓർമ്മയുണ്ടോ? അവന്തിക എന്നാണോ പേര്? അതെനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനും ധനുഷും തമ്മിൽ അത്ര അടുത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ അറിയാവുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ച ഈ ഫോട്ടോയിലെ സ്ത്രീയെ നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല? ഇല്ല, ഇങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അന്ന് ധനുഷിന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ധനുഷിന് അങ്ങനെ വളരെ ക്ലോസ് ആയ ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ആവശ്യത്തിനുള്ള ഫ്രണ്ട്സിനൊപ്പം നടക്കുന്നതായിരുന്നു അവന്റെ ശീലം. ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇത് വലിയ ഇഷ്യൂ ഒന്നുമല്ല. ധനുഷ് ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിനെ വിവാഹം കഴിച്ചു. ഞങ്ങളുടെ കമ്പനി തന്നെ ഇപ്പൊ ജോലിയുണ്ട്. അവര് തമ്മിൽ നല്ല സ്നേഹത്തിലോ. പിന്നെന്താ പ്രശ്നം? ധനുഷിന്റെ ലൈഫിനെ ഇപ്പോഴും ആ പഴയ സ്ത്രീ കൺട്രോൾ ചെയ്യുന്നുണ്ടോന്നൊരു സംശയം. അവര് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ സംശയം തീർക്കാൻ പറ്റൂ. ആ സ്ത്രീയുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ സൂരജ് എന്നെ ഒന്ന് അറിയിക്കണം. തീർച്ചയായിട്ടും. ധനുഷിനോട് അടുപ്പമുള്ള മറ്റു സുഹൃത്തുക്കൾക്കിടെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടി ഞാൻ അറിയിക്കാം. താങ്ക് യു സൂരജ്. ഞാൻ വിളിക്കാം. ശരി, അപ്പൊ കാണാം. ഇവര് തന്നെയായിരിക്കും സൂരജ് പറഞ്ഞ ആ പെണ്ണ്. ആണെങ്കിൽ തന്നെ അതെങ്ങനെ തെളിയിക്കും? എന്തായാലും ഇത് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചാൽ ഇവര് സത്യം പറയുകയില്ല. പിന്നെ എന്ത് ചെയ്യും?
വഴിയുണ്ട്. ഇവരെ പരമാവധി പ്രവോക്ക് ചെയ്യണം. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞതായി തന്നെ പറയണം. ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇവരെന്തായാലും പ്രതികരിക്കും. അതിൽ നിന്ന് യഥാർത്ഥ സത്യം കണ്ടെത്താൻ കഴിയും. നീ എന്താ പിന്നെ വന്ന് പേടിപ്പിക്കുകയാണോ? ആരെങ്കിലും വന്ന് പേടിപ്പിച്ച ഉടനെ പേടിക്കുന്ന ആളല്ലല്ലോ നിങ്ങളെ. മറ്റു പലരെയും പേടിപ്പിക്കുന്ന ആളല്ലേ. മനസ്സിലായില്ല. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അറിഞ്ഞു. എന്ത് കാര്യം? സ്നേഹയ്ക്കും ധനുഷിനും ഇടയിൽ നിങ്ങളൊരു വിലങ്ങ് തടിയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇപ്പം നിങ്ങളുടെ മുഖത്തുണ്ടായി ഞെട്ടലുണ്ടല്ലോ, അത് മാത്രം മതി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ. നീയേ ചുമ്മാ പിച്ചും പേയും പറയാതെ പോയി നിന്റെ ജോലി നോക്ക്. നീ എന്റെ പിന്നാലെ ഇങ്ങനെ വന്ന് എന്തേലും പറഞ്ഞാ ഞാൻ ഉടനെ പ്രതികരിക്കുന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ മനസ്സിൽ കാണുമ്പോ അത് മാനത്ത് കാണാൻ എനിക്കറിയാം. ഇത് തന്നെയാ സൂരജും പറഞ്ഞത്. സൂരജോ? ഏത് സൂരജ്? ധനുഷിന്റെ സുഹൃത്ത്. അയാൾക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. അയാൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഏതോ ഒരു പെണ്ണുമായിട്ട് ധനുഷിന് പ്രേമം ഉണ്ടായിരുന്നു പോലും. അവര് തമ്മിൽ കല്യാണം കഴിക്കുമെന്നാണ് സുഹൃത്തുക്കളെല്ലാം കരുതിയിരുന്നതെന്ന്. അതിന് ആ പെണ്ണ് നിങ്ങളാണെന്നുള്ള സത്യവും സൂരജ് എന്നോട് പറഞ്ഞു. കണ്ടോ, ഞാനത് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മുഖം മാറി. അപ്പൊ ഞാൻ പറഞ്ഞതാണ് സത്യം അല്ലേ? ആണെങ്കിൽ ധനുഷും നിങ്ങളും തമ്മിൽ പല തവണ ആ സമയത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് സംസാരിച്ചിരുന്നത്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങും ഇങ്ങും തൊടാതെ ചിലതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോ സൂരജ് പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്റെ ഊഹം ശരിയാണ്. നിങ്ങളുടെ കാമുകനായിരുന്നു ധനുഷ്. അതുകൊണ്ടാണ് അവനെ ഈ നെല്ലിശ്ശേരിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങളുടെ പിടിയിൽ നിന്ന് വിട്ടുമാറി അവനിപ്പോ സ്നേഹയെ വിവാഹം കഴിച്ചു. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന ഒരുത്തൻ പെട്ടെന്ന് കൈവിട്ടു പോയപ്പോ നിങ്ങളുടെ കൺട്രോൾ പോയി. അതുകൊണ്ടല്ലേ അവരിപ്പോഴും പൂർണ്ണമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയാതെ നടക്കുന്നത്. അവർക്കിടയിലെ പ്രശ്നം നിങ്ങളാണെന്ന് ധനുഷ് എന്നോട് പറഞ്ഞിട്ടില്ല. സ്നേഹിക്കും കാര്യം അറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം അറിയാം. എല്ലാം. അപ്പോ നീ എന്നെക്കുറിച്ച് ഒരുപാട് അന്വേഷണം നടത്തിയല്ലേ? എന്നാലേ നീ കേട്ടത് പലതും ശരിയാ. ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്താ നീ ഷോക്കേറ്റ പോലെ നിൽക്കുന്നേ? നിനക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യണ്ടേ? ഇനിയുണ്ട് ഞങ്ങൾക്കിടയില് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങൾ. അതൊന്നും അന്വേഷിച്ച് നീ വേറെങ്ങോട്ടും പോണ്ട. എന്നോട് തന്നെ ചോദിച്ചാ പോരെ? ഒക്കെ ഞാൻ തന്നെ പറഞ്ഞു തരില്ലേ? അവനെ കണ്ടെടുത്തത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലത്തുനിന്നാ. അവനെ ഞാൻ എൻ്റെ കൂടെ നിർത്തി. വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇപ്പൊ അവൻ എൻ്റെ മുകളിലേക്ക് വല്ലാതങ്ങ് വളർന്ന് പന്തലിച്ചു പോയി. അവൻ സ്നേഹയെ വിവാഹം കഴിച്ചത് എനിക്ക് തീരെ സഹിച്ചില്ല. അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ? എന്നിട്ടും അവൻ സ്നേഹയെ പ്രേമിച്ച് വിവാഹം കഴിച്ചെങ്കിൽ അവൻ എന്നേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് മുകളിൽ വളരാൻ ഞാൻ അവനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ പോലെ അവരെ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ അവൻ നന്മയുടെ പ്രതിരൂപമായിട്ടാണല്ലോ നിന്റെ മുന്നിൽ അഭിനയിക്കുന്നത്. നിന്റെ മുന്നിൽ മാത്രമല്ല, സ്നേഹയുടെയും ഇവിടുത്തെ മറ്റെല്ലാവരുടെയും മുന്നിൽ. പക്ഷേ എനിക്കറിയാം അവന് മാറാൻ കഴിയില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. സ്നേഹ അവനെ പൂർണ്ണമായും മാറ്റിയെടുത്തു കഴിഞ്ഞു. ഇനി അവർക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അവർ പൂർണ്ണമായും ഭാര്യ ഭർത്താക്കന്മാരായി ഈ നെല്ലിശ്ശേരിയിൽ തന്നെ ജീവിച്ചു തുടങ്ങും. തടയാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ അറിഞ്ഞതും കേട്ടതും ഒക്കെ
എന്റെ മനസ്സിൽ തന്നെ അടക്കി വെക്കേണ്ടി വരുന്നത് എന്റെ ഇപ്പോഴത്തെ ശാപം. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനാ. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഇടപെടലും ഇനി ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ തടസ്സപ്പെടുത്തിയ അവരുടെ ശാന്തി മുഹൂർത്തം ഉടൻ തന്നെ നടക്കും. ഞാൻ നടത്തും. ഡേ, എന്റെ മുന്നിൽ ഇതും പറഞ്ഞോണ്ട് വന്നാലേ നിന്നെ കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. നിന്റെയും ധനുഷിന്റെ കാര്യം ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഏട്ടത്തിയെ പറഞ്ഞെങ്കിൽ അതെന്തേലും കുറ്റമായിരിക്കും. ആ, പറഞ്ഞ ഞാനല്ല, നിന്റെ അർച്ചനയെടുത്തിയാ. നീയും ധനുഷും തമ്മിൽ മരിച്ചാലും പിരിയാത്ത സ്നേഹമാണെന്നാ അർച്ചന പറയുന്നത്. എന്താ സംശയം? ഞാൻ കണ്ടിടത്തോളം സ്നേഹയും ധനുഷും തമ്മിൽ നല്ല സ്നേഹത്തിലാ, അല്ലേ? അതെ, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരിടത്തും പോവാതെ ഫുൾ ടൈം എൻ്റെ കൂടെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിരിക്കണമെന്നാ അവൻ്റെ ആഗ്രഹം. ഞാൻ ധനുഷിന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ അർത്ഥമില്ലാതായി പോയേനെന്നാ അവൻ പറയുന്നത്. എല്ലാ പുരുഷന്മാരുടെയും മാറ്റത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല മോളെ. ആ അതെ, ഞാൻ ഏട്ടത്തെ അന്വേഷിച്ചു വന്നത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? അതൊക്കെ പറയാം, വാ വാ.